ഇനി മൂന്നാറിലേക്ക്. കല്ലാറിൽ കാട്ടാനാക്രമണത്തിൽ 2 പേർക്ക് ഗുരുതരമായി പരിക്കേറ്റു. കല്ലാർ മാലിന്യ പ്ലാന്റിന് സമീപമാണ് കാട്ടാന ഇറങ്ങിയത്. ഇതേ നിൽക്കുന്നു കാട്ടാന, കണ്ടല്ലോ പ്രേക്ഷകർ. ഈ ആന ഭയങ്കര അപകടകാരിയാണ്. ഇത് നമ്മൾ നോക്കിയില്ലെങ്കിൽ ആരെങ്കിലും തട്ടിക്കളയുന്നൊക്കെയാണ്. അതിപ്പോൾ ഒരാഴ്ചയായിട്ട് ഇപ്പോൾ ഇവിടെ പറമ്പിൽ കൂടെ എല്ലാം നശിച്ചത്. ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം അടുത്ത് പറമ്പിൽ കയറിയിട്ടുണ്ട്. ഇന്നലെ രാത്രി ഒരു 5-6 കവുങ്ങ് കൈയെല്ലാം പറിച്ചു കളഞ്ഞിട്ടുണ്ട്. നാട്ടുകാരും കൃഷിക്കാരും ആൾക്കാരും പുറത്ത് ഇറങ്ങാൻ പറ്റാത്ത ഒരു സാഹചര്യം വന്നിരിക്കുകയാണ് ഇവിടുത്തെ ഈ അഞ്ചനാടെ സംബന്ധിച്ച്, മറയൂർ കാന്തല്ലൂരെ സംബന്ധിച്ചുള്ളൂ. അതുകൊണ്ട് സർക്കാർ നടപടികളും അതിന് വേണ്ടപ്പെട്ട ഉദ്യോഗസ്ഥരുടെ നടപടികളും ഉടനെ തന്നെ വേണമെന്നാണ് ആവശ്യപ്പെടുന്നത്. മറയൂർ കാന്തല്ലൂർ പ്രദേശവാസികൾക്ക് നേരെ കാട്ടാന പാഞ്ഞടുത്തു. കാട്ടാന ശല്യത്തിന് പരിഹാരം ആവശ്യപ്പെട്ട് നാട്ടുകാരുടെ രാപ്പകൽ സമരം അവിടെ തുടരുകയാണ്. അതിനിടെ കോവിൽക്കടവിൽ കാട്ടുപന്നി കുറുകെ ചാടി ഇരുചക്ര വാഹന യാത്രികൻ അപകടത്തിൽപ്പെട്ടുവെന്നും ഒരു വാർത്ത വരുന്നുണ്ട്. രാഹുൽ വിജയൻ ചേരുന്നു ഇടുക്കിയിൽ നിന്ന്. പറയൂ രാഹുൽ വിജയൻ. SKN ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മൂന്നാറിൽ കാട്ടാന ആക്രമണത്തിൽ 2 തോട്ടം തൊഴിലാളികൾക്ക് ഗുരുതര പരുക്ക് എന്നുള്ളതാണ്. MG കോളനി സ്വദേശിയായിട്ടുള്ള അഴകമ്മ എന്ന് പറയുന്ന തോട്ടം തൊഴിലാളി സ്ത്രീക്കും അതുപോലെ തന്നെ നെറ്റിക്കുടി സ്വദേശി ശേഖർ എന്നയാൾക്കുമാണ് കാട്ടാന ആക്രമണത്തിൽ ഗുരുതര പരിക്കേറ്റിരിക്കുന്നത്. കല്ലാർ മാലിന്യ പ്ലാന്റിന് സമീപത്ത് വെച്ചാണ് ഈ കാട്ടാന ആക്രമണം ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അല്പസമയം മുമ്പാണ് ഈ സംഭവം നടക്കുന്നത്. തുടർന്ന് ടാറ്റ ആശുപത്രിയിലേക്ക് ഈ 2 പേരെയും കൊണ്ടുപോയിട്ടുണ്ട്. 2 പേരുടെയും പരിക്ക് ഗുരുതരമാണ് എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒറ്റക്കൊമ്പനെന്ന് വിളിപ്പേരുള്ള കാട്ടാനയാണ് ഈ പ്രദേശത്ത് കഴിഞ്ഞ കുറച്ച് ദിവസമായി ഉണ്ടായിരുന്നത്. ആ കാട്ടാന തന്നെയാണ് ആക്രമണം നടത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് നാട്ടുകാർ ദൃക്സാക്ഷികൾ പറയുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും വനംവകുപ്പിന്റെ സംഘം ഈ ആനയെ നിരീക്ഷിക്കുന്നുണ്ട് എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. എന്തായാലും നാട്ടുകാരുടെ പ്രതിഷേധം ഈ മൂന്നാർ ഭാഗത്തുണ്ട്, മൂന്നാർ പ്രദേശത്തുണ്ട് എന്നുള്ളതാണ്. കാരണം കാട്ടാനാക്രമണത്തിൽ അല്ലെങ്കിൽ കാട്ടാന ശല്യത്തിൽ പൊറുതിമുട്ടിയിരിക്കുകയായിരുന്നു ഈ പ്രദേശത്തെ ആളുകൾ. അതിനിടയിലാണ് 2 തോട്ടം തൊഴിലാളികൾക്ക് ഇപ്പോൾ കാട്ടാനാക്രമണത്തിൽ പരിക്കേൽക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ് SKN ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. രാഹുൽ വിജയനാണ് വിവരങ്ങൾ നൽകിയത്.